പ്രിയപ്പെട്ടവരെ നോക്കൂ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ദയവ് ചെയ്ത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണം. അപ്പം നിങ്ങൾ അറിഞ്ഞോ? പിന്നെ നമ്മുടെ കുറ്റിപ്പുറത്തൊക്കെ കൊണ്ടുവന്നുണ്ടല്ലോ, അവന് ഇഡ്ഡലി ചെമ്പുണ്ട് ഇത്രേ. അപ്പോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവർ കേൾക്കൂ, അവിടുന്ന് തന്നെ തുടങ്ങാം അല്ലേ? പ്രിയപ്പെട്ടവരെ നോക്കൂ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ദയവ് ചെയ്ത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകണം. ഒരു അപേക്ഷയാണ്. കുറെ തെറി പറഞ്ഞ് കുറെ വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫാന്റാസ്റ്റിക് എന്നൊക്കെ വിചാരിച്ച് കുറെ കമന്റ് ചെയ്യുന്ന കുറെ കമന്റോളികളും കുറെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ സപ്പോർട്ടോളികളും ഉണ്ടാവും. ഇനി ഒരിക്കലും ഞാൻ ജാസിയെ തെറി വിളിക്കില്ല. സോറി ജാസി, സോറി. ഇനി ബാക്കി പറഞ്ഞോളൂ. നിങ്ങൾ അച്ഛന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും പുരുഷനാണോ സ്ത്രീയാണെന്നുള്ളത് നിങ്ങൾ തുണി ഊരി എനിക്ക് കാണിച്ചു തരുമോ? പന്ന പുന്നാര മോനെ, നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ആണാണോ പെണ്ണാണോന്ന് അറിയാൻ തുണിയൊന്നും പൊക്കി നോക്കേണ്ട കാര്യമില്ല. നീ ഇതാണോ പഠിച്ച, ഇതാണോ നിന്റെ സംസ്കാരം? പരനാറി, നീയൊക്കെ നിന്റെ അച്ഛനും അമ്മയും ഇത്രയും സംസ്കാരത്തോടെയാണോ കാണുന്നത്? എന്നിട്ട് നിന്നെ തെറി വിളിക്കുന്നതല്ല ഇപ്പൊ നിനക്ക് ബുദ്ധിമുട്ടല്ലേ? നിന്റെ അച്ഛനും അമ്മയും നീ തുണി പൊക്കി നോക്കൂടാ, എന്നിട്ടാണോ നീ മനസ്സിലാക്കിപ്പിക്കുന്നത്? നിന്നെ മാത്രം പറഞ്ഞാൽ പോരാ, നിന്റെ കൂടെ നിന്റെ കിടപ്പറ പങ്കിടുന്ന ഒരു പരനാറിയില്ലേ, അവനെയും കൂടെ പറയണം. ഇത്രയും നാള് നീ പറഞ്ഞതുപോലെ അല്ല ജാസി ഇത്, കേട്ടല്ലോ? നിന്റെ ഉപ്പയും ഉമ്മയും നീ പൊക്കിക്കാണിച്ച് നടക്കുന്ന പോലെ നടക്കുന്നവരല്ലാന്ന് നമുക്ക് നല്ല ധാരണയുണ്ട്. നീ എന്നിട്ട് ചെറ്റത്തരും മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പരത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചെറ്റെ ചില ആൾക്കാർ അറിയേണ്ടത് ഞങ്ങൾക്ക് ഗർഭാത്രം ഉണ്ടോന്നാണ്. ഉണ്ട്, എനിക്ക് ഗർഭാത്രം ഉണ്ട്. സത്യം. വിശ്വാസമായില്ല? ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ സൗന്ദര്യം പോകുന്ന വെച്ചിട്ടില്ല ഞാൻ പ്രസവിക്കാത്തത്. എനിക്ക് എപ്പോഴും ഞാൻ പ്രസവിക്കില്ലേ, ഞാൻ പോയി ടെസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ ചെറിയൊരു പാത്രം ഉണ്ടെങ്കിലോ എനിക്ക് പറയാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിലോ എന്നല്ലേ? നീ എങ്ങനെയാടാ ഈ ലോകത്ത് ഇപ്പൊ ജീവിക്കുന്നുള്ള കാര്യം നീ ആദ്യം മനസ്സിലാക്കണം. ഇതുപോലുള്ള ഒരു അമ്മയുടെ വയറ്റിൽ നിന്നാടാ, ഗർഭപാത്രത്തിൽ നിന്നാടാ പരനാറി നീയും പുറത്തേക്ക് വന്നത്. ഒരമ്മയുടെ വാല്യൂ അറിഞ്ഞാൽ നീ ഒരിക്കലും ഇത് സംസാരിക്കില്ല. നിനക്കൊരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ല. പ്രിയപ്പെട്ട സ്ത്രീ സുഹൃത്തുക്കളോടാണ്, എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവൻ പറയുന്ന ഈ ചെറ്റത്തരത്തിനെതിരെ, ഈ പോക്രിത്തരത്തിനെതിരെ എൻ്റെ പ്രിയപ്പെട്ടവരായ എല്ലാ സപ്പോർട്ടേഴ്സും കമന്റ് ചെയ്യണം. ഇവനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. കാരണം ഗർഭപാത്രത്തെ ഒരു പാത്രത്തോട് ഉപമിക്കുന്ന, എന്നിട്ട് ഇവൻ സ്ത്രീയാവാൻ നടക്കുക. ചെറ്റ. ആലോചിച്ച് നോക്കണം ഇവന്റെ സംസ്കാരം, ഇവന്റെ അമ്മയോടുള്ള ആദരവും ബഹുമാനവും. ആ അമ്മ നിന്റെ പ്രസവിച്ചു എന്നുള്ള ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. പണ്ട് എന്താ പറയാ, ഡ്രസ്സ് ഊരിയിട്ട് കാണിച്ചു കൊടുത്ത പോലെ ഞങ്ങൾക്കാർക്കും നിന്നെ പോലെ തുണി പൊക്കി കാണിച്ചിട്ട് ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാക്കേണ്ട ഗതികേട് ഇതുവരെ വന്നിട്ടില്ല. ഗർഭാത്രം ഉണ്ടോ എന്നുള്ളത് ഇനിയിപ്പോ ഞാൻ സർജറി ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ? വയറ് കീറണോ? നീ ഗർഭപാത്രത്തെ കുറിച്ചും അല്ലെങ്കിൽ ഗർഭപാത്രം കാണിച്ചു കൊടുക്കാൻ തുറന്ന് നിന്റെ വയറ് കാണിക്കുന്നതിനെ കുറിച്ചും ഒക്കെ വാചാലനാവുമ്പോ നീ മനസ്സിലാക്കണം, സ്ത്രീത്വം എന്ന് പറയുന്ന ഒരു സാധനം അത് വെറുതെ ഉണ്ടാവുന്നതല്ല. ഓരോ സ്ത്രീയും വളരെ പവിത്രതയോടെ പുണ്യമായി കാണുന്ന സ്ത്രീത്വത്തെ നീ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ നിമിഷവും മിസ്ലീഡ് ചെയ്യുന്ന കമന്റുകളും മിസ്ലീഡ് ചെയ്യുന്ന കോണ്ടന്റുകളും കൊടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നീ ചെയ്യുന്ന ചെറ്റത്തരം ഇനിയെങ്കിലും നീ അവസാനിപ്പിക്കണം. അപ്പൊ ഇന്റർവെൽ ആയിട്ടുള്ളേ അത് അങ്ങനെ നിൽക്കട്ടെ. ഇവന് സത്യം എനിക്ക് ഗർഭമാത്രമുണ്ട്, ഞാൻ സൗന്ദര്യം പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പ്രസവിക്കാതിരിക്കുക. ഈ തൂറിക്കൂട്ട എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? എന്തിനാടാ? എന്താ ഇത് നോക്കുന്ന നിനക്ക് ലാഭം? ഈ കുറെ നെഗറ്റീവിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടോ ആണോ? കരിങ്കൊണ്ട എന്താ അവൻ്റെയൊക്കെ ഒരു കാര്യം? അവന് ഉണ്ട്, ഗർഭപാത്രം ഉണ്ട്. ഇത് നിങ്ങൾ സ്ത്രീകൾ ശരിയല്ലാത്തതുകൊണ്ടാണ്. കേരളത്തിലെ പട്ടച്ചൂലെടുത്തിട്ടേ കുറച്ച് ചാണകം നല്ല കുറുന്നനെ കലക്കിയിട്ട് എടുത്തിട്ട് അലക്കി ഇവൻ ഓരോ സ്റ്റേജിലും വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഇരുത്തിയിട്ടുണ്ടല്ലോ, കൂടെ ഇരുത്തുന്നുണ്ടല്ലോ. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ ഇതേപോലത്തെ സാധനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ നിങ്ങളെ കുടുംബം നശിച്ചു പോവുള്ളൂ. അതാ പറയുന്നത്. ഈ ലോകം തന്നെ നശിപ്പിക്കും. ഇതുങ്ങൾ ഈ ഒരു രൂപം കെട്ടിയിട്ട് നടന്നിട്ടാണ് ഇവനെ പോലുള്ള കിട്ടുക. എല്ലാത്തിനും പറയുന്നില്ല, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ദൈവം അങ്ങനെ പടച്ചിട്ടുള്ളതാണ്. പിന്നെ അവരങ്ങനെ അതിലേക്ക് മാറിയിട്ടുള്ളതാണ്. അവർ പെണ്ണുങ്ങളാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും ആയതുമാണ്. ഇതുപോലെയല്ല ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നാടകം. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. ഇവന് ക്യാഷ് ഒരു ജോലിക്ക് പോകാൻ പറ്റൂല ഇനി. അപ്പോൾ എങ്ങനെയെങ്കിലും ആൾക്കാരെ ഒമ്പിച്ച് ജീവിക്കണം, അതാണ് ഇവൻ്റെ ഉദ്ദേശം. ഇവന് ചെമ്പുണ്ട്, ഇത്ര ഇഡ്ഡലി ചെമ്പാണ് അവൻ്റെ വീട്ടിൽ, അതാ എടുത്ത് വെക്കണത്. ഇവൻ്റെ സൗന്ദര്യം ഈ 4 പൊട്ടിക്കങ്ങൾ ആരും ഇല്ലേ നാട്ടിൽ?
നിങ്ങൾ എന്താ ആരും ഇതിനെതിരെ വരാത്ത? എടാ തെണ്ടി, എടാ പട്ടി, ഈ നിനക്കറിയോ ഒരു ഗർഭപാത്രം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതെല്ലാ സ്ത്രീകൾക്കും ഒന്നും പടച്ചോൻ കൊടുക്കൂല. സ്ത്രീകൾക്ക് ഉള്ളത് തന്നെ എല്ലാവർക്കും അത് വർക്കായിക്കൊള്ളണമെന്നില്ല. ചില പാവങ്ങളുടെ അത് റിമൂവ് ചെയ്തിട്ട് അത് കളയുമ്പോൾ അവറ്റങ്ങളുടെ വേദന ഉണ്ട്. ഗർഭപാത്രം റിമൂവ് ചെയ്ത് എൻ്റെ പ്രശ്നമായിട്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നില്ലേ? അതൊക്കെ സങ്കടത്തോടെ. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യേ? പെണ്ണെന്ന് പറയുമ്പോൾ ഈ മറ്റെന്താണ് ആണ് പെൺവേഷം കെട്ടി കുണ്ടിയും കുലിക്ക് നടക്കുന്നൊന്നുമല്ല. അവറ്റേക്ക് ഇഷ്ടം പോലെ അസുഖങ്ങളുണ്ട്. ഓരോ പ്രശ്നം, ഓരോ സ്ത്രീക്കും ഓരോ അസുഖങ്ങളാണ്. അവർക്ക് പീരീഡ്സിൻ്റെ സമയത്ത് പ്രശ്നങ്ങൾ, അവർക്ക് അതുപോലെ തന്നെ എന്താണ് PCOD, അതുപോലെ ഓരോ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, പ്രസവത്തിലേ ഉണ്ടാവുന്ന ടിസ്റ്റുകൾ, അങ്ങനെ ഇങ്ങനെയുള്ളത്, ഗർഭം തുടങ്ങുന്ന സമയത്തുള്ളത്. അങ്ങനെ അവർക്ക് എന്താണ് നീ കാണുന്നൊന്നുമല്ല ഒരു പെണ്ണ്. നീ എന്താ വിചാരിച്ച് ഒരു വേഷം കെട്ടിയിട്ടാണ് നടന്നാൽ അത് പെണ്ണാവുമെന്നാണ് നീ വിചാരിച്ച്? അങ്ങനെയല്ലടാ. പെണ്ണെന്ന് പറയുമ്പോൾ ആ പെണ്ണിലേക്ക് ഇറങ്ങി നോക്കണം എന്താണ് പെണ്ണെന്ന്. അവൾക്ക് ഉണ്ടാവുന്ന വേദനകൾ അറിയണം. അതിനാദ്യം നീ കല്യാണം കഴിച്ചില്ലേ, ആ കല്യാണം കഴിച്ച ആ പെണ്ണിനെ നീ കൊണ്ടാക്കിയിട്ട് ഇപ്പോൾ 9 നടക്കുന്നില്ലേ, അതിന്ന് മാറിയിട്ട് ആണായിട്ട് വന്ന് കല്യാണം കഴിച്ച് അവളെ കൂടെ ജീവിക്കണം. നിനക്ക് മക്കളുണ്ടാവണം. അതൊക്കെ ഉണ്ടാവുമ്പോഴാണ് അതറിയുക. അല്ലാതെ നിൻ്റെ ഉപ്പയല്ല പ്രസവിച്ച്. മൂപ്പരിക്കല്ലായിരുന്നു ഗർഭപാത്രം, ഉമ്മാക്ക് തന്നെ ആയിരുന്നു. ഉമ്മയാണ് പ്രസവിച്ചത്. നിന്റെ പെങ്ങന്മാരെ കല്യാണം കഴിച്ചു കൊണ്ടുപോയില്ലേ, അളിയന്മാരല്ല പ്രസവിച്ചിട്ടുള്ളത്. നിന്റെ പെങ്ങന്മാർ തന്നെ പ്രസവിച്ചിട്ടുള്ളത്. ഉണ്ട് ഗർഭപാത്രം ഉണ്ട് അവിടെ കുറ്റിപ്പുറത്ത്. നിനക്ക് മാത്രം കൊണ്ടാ പാലത്തിൻ്റെ ഒട്ടുന്ന എവിടുന്ന ഒരു പാത്രം കിട്ടി? നീ ആ പുഴയെ കുളിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ആരെങ്കിലുമൊക്കെ ഒഴുകി വിട്ട വല്ല പാത്രം എടുത്തിട്ട് വെച്ചിട്ടുണ്ടാവുന്നു. അല്ലാതെ നിനക്ക് എന്തുണ്ടെന്നാ നീ കഴിവ്? നീ എങ്ങനെയാടാ ഒരു പെണ്ണാവുക? നീ ആണല്ലേ? എന്നിട്ട് എല്ലാ പെണ്ണുങ്ങളെയും അപമാനിച്ചുകൊണ്ട് അവൻ വീഡിയോ ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇവനെ കാണുന്നിടം വെച്ച് ഒരു ആളുകൾ കാണുന്നില്ലേ? ഇവനെ എവിടെ കാണുന്ന അപ്പം ആളുകളുടെ ഇടയിൽ നിന്ന് ചെവിക്കല്ല് നോക്കി ഒരെണ്ണം പൊട്ടിക്കാൻ പാടില്ല നിങ്ങൾക്ക്. ഇങ്ങനെ തമ്മാടിത്തരം കാണിച്ചു നടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്താ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ ചേച്ചി കഴിവേറി പറഞ്ഞിട്ടുണ്ട്. എടാ പൊന്നാര മോനെ, നീ കളിയൊക്കെ നല്ലതാ, പക്ഷെ ഓവറായി കളിക്കരുത് കേട്ടോ. ഒരു 9